ഗൈസ്, അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സംസാരിച്ചെന്ന് പറഞ്ഞാൽ എന്തിനു പറ്റിയായിരുന്നു? ആക്ഷൻ ക്യാമറയെ പറ്റിയിട്ട് സംസാരിച്ചത്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ സംസാരിക്കാൻ പോകണമെന്ന് പറഞ്ഞാൽ ഷംസിൻ്റെ സ്പാസിയോൻ്റെ നമ്മളെ വേറെ ബ്രാഞ്ചിൻ്റെ അപ്പുറം ആ ബ്രാഞ്ചിലോട്ട് പോകണം. നമുക്ക് ഐഫോണിൻ്റെ ഫോണുകളുടെ ഒരു കളക്ഷനാണ് അല്ലേ? ഹെഡ്ഫോൺ, പെർഫ്യൂം എല്ലാം ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ വീഡിയോ നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ ഐഫോണാണ്. ഓക്കെ, അപ്പോൾ ഭരത് നിങ്ങൾ വരികയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്യാമറ, ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫിയായിട്ട് ബന്ധപ്പെട്ട എന്ത് സംഭവം ഉണ്ടെങ്കിലും സ്പാസിയോൻ്റെ മെയിൻ ഷോപ്പാണിത്. അതിൻ്റെ മേലെ കാണുന്നത്. ഇനി അതിൻ്റെ വേറെ ബ്രാഞ്ചിക്കാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. അവിടെ നമുക്കിന്ന് ഫോണിനെ പറ്റി നോക്കാം. വെറൈറ്റി ടൈപ്പ് ഫോൺ അല്ലേ മീൻസ്? അതായത് സാംസങ്, പിന്നെ റെഡ്മി, റിയൽമി, വിവോ എല്ലാ ബ്രാൻഡും ചെയ്യുന്നുണ്ട് ഫോണിൻ്റെത്. പിന്നെ അവിടുത്തെ വാച്ച് ഉണ്ട്, പെർഫ്യൂം ഉണ്ട്. അതെ, നമുക്ക് അവിടെ പോയിട്ട് ഒരു ചെറിയൊരു എക്സ്പ്ലോർ ചെയ്യാം. അതെ, നോക്കട്ടെ എങ്ങനെയുണ്ട്. ബ്രാഞ്ച് കറക്റ്റ് എവിടെ വരുന്നേ? ബ്രാഞ്ച് നമ്മളെ അസ്റ്റോറിയ ഹോട്ടൽ എത്തുന്നതിന് മുന്നേ, ഗ്രാൻഡ് അസ്റ്റോറിയ ഹോട്ടലാണ് റൈറ്റ് സൈഡിൽ ഇതീ കാണുന്ന അസ്റ്റോറിയ ഹോട്ടൽ അല്ലേ, അതിന് മുന്നേ റൈറ്റ് സൈഡിൽ ഒരു കാർ പാർക്കിംഗ് ഉണ്ട്, RTന്റെ കാർ പാർക്കിംഗ്. അതിന്റെ ഓപ്പോസിറ്റിലാണ് വലിയ പാർക്കിംഗ് എല്ലാം കിട്ടും. വലിയ പാർക്കിംഗ് പാർക്കിംഗ് ബുദ്ധിമുട്ടുള്ളവർക്ക് പാർക്കിംഗ് ആണ്. ഡബിൾ ഇട്ട് കഴിഞ്ഞാലും ഞായറാഴ്ച വന്നിട്ട് കാര്യമില്ല കേട്ടോ. ശനിയും ഞായറും ഭയങ്കര തിരക്കാണ്. ഉച്ചയ്ക്ക് ശേഷമേ ഉള്ളൂ, ഒരു 5-6 മണിക്ക് ശേഷമാണ് പാർക്കിംഗ്. കുറച്ച് വൈകുന്നേരം 6 മണിക്ക് ശേഷം പാർക്കിംഗ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞങ്ങളന്ന് വന്നിട്ട് 1 മണിക്കൂർ കറങ്ങിന്. 1 മണിക്കൂർ. ഇവിടെ ഡബിൾ ഇട്ടാൽ മതി. ഈ പാർക്കിംഗിൽ ഡബിൾ ഇട്ടിട്ടോ അതൊന്ന് ജസ്റ്റ് വിളിച്ചു കഴിഞ്ഞാൽ ഇടുന്ന സാധനം വരൂലേ. എത്തുന്നതിന് മുന്നേ റൈറ്റ് സൈഡിൽ ഒരു പാർക്കിംഗ് ഉണ്ട്. ഈ കാണുന്ന പാർക്കിംഗ്, ആ കാണുന്നതാണ് ഷോപ്പ് സ്പാസിയോ. അസ്റ്റോറി എത്തുന്നതിന് മുന്നേ റൈറ്റ് സൈഡിൽ ഈ പാർക്കിംഗ് സ്പാസിയോ. ഇതാണ് നമ്മളെ ബ്രാഞ്ച്. ഞങ്ങള് സ്പാസിയോ ഫസ്റ്റ് ഞങ്ങൾ ആ ഷോപ്പ് തുടങ്ങി. ഇത് ഞങ്ങളെ പുതിയ ബ്രാഞ്ചാണ്. ഇതാണ് സ്പാസിയോ. ഗടാഗടിയന്മാരായ 2 താരങ്ങൾ, പുലിക്കുട്ടികളുണ്ട്. ഇവന്റെ പേരാണ് മിസ്റ്റർ താഹിർ. എല്ലാമായ താഹിർ. ഈ ചങ്ങയുടെ പേരെന്താ? അതാണ് പേര് പറയടാ. ആസിഫ്. മലപ്പുറത്തിന്റെ മുത്താണ്. നീ പറയപ്പെട്ടോ. അതാ മുബിനാസ്. भाई आपका नाम क्या है? ड्रोन परचेज कर रहे हैं मिर्जा ताहिर. आपका नाम? सईद मुजाहिद. You are from? Bangalore. Okay. Bangalore, Koramangala. So you are coming here to buy drone today? Yes. How is these people? How their customer? How they are behaving to customers? Interaction is very good, and especially this bhaiya is. So he knows something about drone. Yeah, he knows a lot about drone. ശിഷ്യന്മാരുടെ പെർഫോമൻസ് അമ്മാതിരി ട്രെയിനിങ് കൊടുക്കുന്ന കുട്ടികൾക്ക്. Yeah. What did you purchase today? Today I purchased DJI Mini and AirPods 2. Do you think that this is the best price in Dubai? This is the best price because I don't want to mention names, shop names, but I have visited there. I used to buy, but whatever they show in website and TikTok, whatever YouTube, they give more than that price. But whatever I got here, it is reasonable price. Yes. Guys, idana Spazio. Feel the difference. Vishwasam. Thank you man. Thank you. iPhone 16 Pro Max, 16 പിന്നെ ഏതൊക്കെയുള്ളത് ഷംസി? ഐഫോൺ 13 മുതലുണ്ട്. എല്ലാം ഉണ്ട്. 13 മുതൽ എല്ലാം ഉണ്ട് കേട്ടോ. സാധനം ഇല്ലെങ്കിലും നിങ്ങൾ ജസ്റ്റ് വാട്സപ്പ് മെസ്സേജ് അയച്ചിട്ട് ഇങ്ങോട്ട് പോന്നാൽ മതി. നിങ്ങൾ ഇവിടെ എത്തുമ്പോഴത്തേന് സാധനം മാത്രല്ല നമ്മളെ വീഡിയോ കാണുന്നവർക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട്. അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയണം, അല്ലെങ്കിൽ ഒരു സുഖമില്ല. ഓക്കെ, ഐഫോണിന്റെ കാര്യം പറയുമ്പോൾ എനിക്ക് ഒന്ന് ചോദിക്കാണ്ട്, എന്തുകൊണ്ട് ഈ ബർദുബായ് മാർക്കറ്റിൽ മാളിൽ കൊടുക്കണേക്കാളും ഐഫോണിന്റെ കമ്പനി കൊടുക്കണേക്കാളും വില കുറഞ്ഞു? നിങ്ങൾ ആൾക്കാരെ പറ്റിക്കുന്നുണ്ടോ? മാളിൽ എന്ത് റെന്റ് ഉണ്ട്? മാളിലെല്ലാം ഒരു സ്പേസ് ഉണ്ടെങ്കിൽ എത്ര പൈസ കൊടുക്കണം? നമ്മളിവിടെ കൊടുക്കുന്ന ക്വാണ്ടിറ്റിയാണ്. ക്വാണ്ടിറ്റി ബിസിനസ്സാണ്. ടേൺ ഓവർ കൂട്ടുക, ചെറിയ മാർജിൻ വെക്കുക, ക്വാണ്ടിറ്റി ആയിട്ട് ബിസിനസ് ചെയ്യാം. പിന്നെ നമുക്ക് തീരുമാനിക്കാമല്ലോ എത്ര പ്രൈസിന് കൊടുക്കണോ കൊടുക്കണമെന്ന്. മാളിൽ പോയിട്ട് നീ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഡിസ്കൗണ്ട് തരുവാ? തരുവാ. ഒരു ഓഫർ ഉണ്ടാകുമ്പോൾ നല്ല പ്രൈസിന് കിട്ടും. ചില സമയത്ത് ഓഫർ ഇടും, അങ്ങനെ കിട്ടും. അല്ലെങ്കിൽ ഒരു ഫിക്സ് പ്രൈസ് ആയിരിക്കും അവിടെ. ഫോൺ ഡിസ്പ്ലേ എല്ലാം നോക്കേണ്ട ആവശ്യമില്ല. ഏത് ഫോണാണെങ്കിലും നമുക്ക് എല്ലാ ഫോണും ഉണ്ട്. ഇറങ്ങിയ ഏത് സാംസങ് ആയാലും എല്ലാ ഫോണും മൊബൈലിന്റെ ഒരു മാർക്കറ്റല്ല ഇത്. അപ്പൊ ഇവിടെ എല്ലാ ഫോണും കിട്ടും. ഗാലക്സി, സാംസങ്ങിന്റെ എല്ലാ ഫോണും കിട്ടും. ആൻഡ്രോയിഡ് ഫോണിൽ ഏത് വണ്ടിക്കിലോ അതും ഉണ്ട്. പിന്നെ ഐഫോണിൽ ഏത് വണ്ടിക്കിലോ അതും കിട്ടും. അത് ബേസ് മുതൽ ബേസ് മോഡൽ മുതൽ ഹൈ എൻഡ് വേർഷൻ വരെ എല്ലാം കിട്ടും. റെഡ്മിന്റെ ഏതാ വണ്ടിക്ക്? നോട്ട് 60. ഇതിനൊക്കെ എത്ര പ്രൈസ്? ഇതിന് ചെറിയ പൈസയേ ഉള്ളൂ. അതിന് 350 350 റംസോ. ഓക്കെ.
ഐഫോൺ 16 Pro Max ഇപ്പോൾ ഈ കൊടുക്കണ എത്രയാണ്? 256 GB. 4250 കൊടുക്കുന്നത്. എന്ത് വെട്ടടാ, ഇത് ഡിസ്കൗണ്ട് ആക്കും. 4190 ആക്കി തരും. ഓക്കെ, ഇതിൽ ഈ TR ഇതുണ്ടല്ലോ, ഈ TR എന്താ സംഭവം? TR എന്ന് പറഞ്ഞാൽ ഒഫീഷ്യൽ ആയിട്ട് ഇവിടെ വരുന്ന പിന്നെ വേറെ എന്തൊക്കെ ടൈപ്പ് ഉള്ളത്? ചില ആൾക്കാർ നല്ല പ്രൈസ് കുറച്ച് വാങ്ങിക്കുന്നത്. എങ്ങനെയാ വെച്ച് കഴിഞ്ഞാല് ഇതില് 3 വേരിയന്റ് ആണ് വരുന്നത്. 2 സിം ഇടുന്നത്, 2 ഫിസിക്കൽ സിം ഇടുന്നത്, 2 ഇ സിം ഇടുന്നത്, പിന്നെ ഒരു ഇ സിം ഒരു ഫിസിക്കൽ സിം ഇടുന്നത്. അത് HK എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഫിസിക്കൽ സിം, അതില് 2 ഫിസിക്കൽ സിം ഇടാൻ പറ്റും. ചില കൺട്രീസിൽ മറ്റേ ഇ സിം ഒന്നും അങ്ങനെ പോപ്പുലർ ആയിട്ടില്ല. അപ്പോ അവര് ഫിസിക്കൽ സിം ആണ് യൂസ് ചെയ്യുക. ഇവിടെ നമുക്ക് 2 ഇ സിം ഇടാം. പിന്നെ US ഇവിടെ ഒന്ന് ഫിസിക്കൽ സിമ്മും ഒരു ഇ സിം അതാണ് TR. ഇത്. പിന്നെ ജപ്പാനിലും അങ്ങനെ തന്നെ വരുന്നത്, കാനഡയിലും അങ്ങനെ തന്നെ വരുന്നത്. ഓരോ എല്ലാ ആപ്പിളിന്റെ പ്രൊഡക്റ്റ് തന്നെ. അത് 2 ഇ സിം വരും അതില്. അതിൽ ഫിസിക്കൽ സിം ഇടാൻ പറ്റൂല. പക്ഷെ നമുക്ക് ഒരു 8 സിം സേവ് ചെയ്ത് വെച്ചിട്ട് ഓൺ ടൈമിൽ 2 സിം വർക്ക് ചെയ്യും. ഓക്കെ, കമ്പയർ ടു ദ പ്രൈസ് ഏതാണ് ഏറ്റവും കുറവ്? ഈ USA കുറവാണ്. ഇ സിമ്മിന് വില കുറവാണ്. ഒരു 200 ദിർഹംസിന്റെ ഗ്യാപ്പ് ഉണ്ടാവുന്നുണ്ട്. 200-250 എല്ലാം ഗ്യാപ്പ് ഉണ്ടാവും. സാധാരണ ഇ സിം പ്ലസ് ഫിസിക്കൽ സിം എടുക്കുമ്പോൾ ഏകദേശം ഒരു 4250 സെല്ലിംഗ് പ്രൈസ്. 4150. അത് പ്രൈസ് മാറിക്കൊണ്ടേയിരിക്കും, പ്രൈസ് വേരിയേഷൻ വന്നുകൊണ്ടിരിക്കും. ഞാനിപ്പോ ഈ മോട്ടറോളന്റെ പണ്ടത്തെ ഫോൺ ഇത് ഇപ്പോഴും ഉണ്ടല്ലേ? മോട്ടോറോളന്റെ പുതിയ ആൻഡ്രോയിഡ് ഫോൺ, നമ്മൾ സാംസങ്ങിന്റെ ഫോണെല്ലാം പോലെ തന്നെ. ഇത് മോട്ടോ G15, 24 GB റാം, 256 GB മെമ്മറി. പിന്നെ മോട്ടോ G85, പിന്നെ മോട്ടോ ജിന്റെ 05. ഓക്കെ, ഇപ്പൊ 3 മോഡലായി. ഇതിന്റെ ഒക്കെ പ്രൈസ് പറഞ്ഞേ? ഏതല്ല പറയണ്ടേ? ആദ്യം അത് ചോദിക്കുന്നേ. മോട്ടോ ഇത് 05 ബേസ് മോഡലാണ്. ഇതിന് 375 ദിർഹംസ്. നാട്ടിലെ 1000 രൂപ. ഇതിന് മോട്ടോ G85 775 ദിർഹംസ്. മോട്ടോ G15 അതിന്റെ ഗ്യാപ്പ് മിഡിൽ വരുന്ന സാധനമാണ്. ഇതിന് 490. പിന്നെ എന്തെങ്കിലും നമ്മൾ ചെറുങ്ങനെ ഡിസ്കൗണ്ട് എല്ലാം ആക്കും. പ്രത്യേകിച്ച് വീഡിയോ കണ്ടുവരുന്നവർക്ക്. ഓക്കെ, അപ്പം ഐഫോൺ അപ്പൊ അതാണ് കഥ. പ്രൈസ് ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ നോക്കണ്ട, കാരണം പ്രൈസ് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. ചില സമയത്ത് ഇതിനെക്കാട്ട് 50 ദിർഹംസ് കുറയാൻ ചാൻസ് ഉണ്ട്. ചില സമയത്ത് ഒരു 25 ദിർഹംസ് കൂടും. അപ്പൊ ആ ഒരു വേരിയേഷൻ വരും. ഹോൾസെയിൽ എന്തായാലും പ്രോഫിറ്റ് അത്ര എന്തായാലും നിങ്ങൾക്ക് എന്തായാലും ഒരു ഇപ്പൊ നിങ്ങളൊരു മാളിൽ പോയിട്ട് അല്ലെങ്കിൽ ഷോറൂമിലെല്ലാം പോയിട്ട് എടുക്കുന്നതിനെക്കാട്ടി ഒരു 500 ദിർഹംസിന്റെ വ്യത്യാസം ഉണ്ടാവും. പ്രൈസ് നല്ല വ്യത്യാസം ഒരുപാട് വ്യത്യാസം ഉണ്ടാവും. നല്ല വ്യത്യാസം ഉണ്ട്. പ്രൈസ് കുറവാണ് ഇവിടെ. പ്രൈസ് കുറവാണ്. ഇനി സാംസങ്ങിന്റെ വരാണെങ്കിലോ? സാംസങ് ഏതൊക്കെയാണ്? സാംസങ്ങിന്റെ ഒരു എല്ലാ സീരീസും ഉണ്ട് സാംസങ്ങിന്റെ സ്റ്റാർട്ടിങ് A06 എന്ന് പറഞ്ഞൊരു മോഡൽ വരുന്നുണ്ട്. ഇതിനത്ര ചെറിയ പൈസയല്ല, ഒരു 295 ദിർഹംസ് വരും. അതിന്റെ ബേസ് മോഡലാണത് സാംസങ്ങിന്റെ. പിന്നെ വരുന്നത് A05s എന്നിട്ടൊരു മോഡലുണ്ട്. ഇതിന് ഏകദേശം 430 ദിർഹംസ് വരും. 430. പിന്നെ ഇതാ നമ്മളെ ഗാലക്സി നോട്ട് ഇതിൽ പിന്നെ ബിഗ് സീരീസ് വരുന്ന ഈ മോഡലെല്ലാം അതിന്റെ പിന്നെ മിഡിലായിട്ട് വരുന്ന സാധനങ്ങളാണ്. ഇത് A35 എന്ന് പറഞ്ഞ മോഡൽ. ഇതെല്ലാം 5G. ഇതൊക്കെ ഇവിടെ മാർക്കറ്റിൽ ഇഷ്ടം പോലെ, മറ്റേ നാട്ടിലൊക്കെ പറഞ്ഞ ചാള പോലെ, മത്തി പോലെ പറഞ്ഞ പോലെ എത്ര അല്ലേ ഫോണിന്റെ മാർക്കറ്റല്ലേ. ഗാലക്സി S24 S25 ഇതാ. ഇത് S23, S24, S25, S25 Ultra, S23, S24, S25 Ultra. ഈ S25 Ultra ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് അല്ലേ? ഇതിന് എത്ര പ്രൈസ്? അതിന് 3195. നാട്ടിലെ ഏകദേശം ഒരു 70,000 ഇത്രയും വരും. നാട്ടിലിപ്പോ ഇതിനേക്കാളും കൂടുതലുണ്ടാവും അല്ലേ? പിന്നെ ഇതെല്ലാം ഉണ്ട് കേട്ടോ, ഗൂഗിൾ പിക്സൽ എല്ലാം ഉണ്ട്. ഗൂഗിൾ പിക്സൽ ഉണ്ട്. പിന്നെ റെഡ്മിയുടെ ഇഷ്ടം പോലെ. ഇതെല്ലാം ബേസ് മോഡൽ ഫോണുകളാണ്. ബേസ് മോഡൽ എന്ന് പറയുമ്പോൾ വെച്ചാല് ആൻഡ്രോയിഡില് ബേസ് മോഡലായിട്ട് വരുന്ന ഫോണുകൾ. പിന്നെ റെഡ്മിന്റെ ഫോണുകളുണ്ട്. ഇതൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഫോണാണ്. അപ്പോ ഇതില് കുറെ മോഡൽ ഉണ്ട്. ഇതിന് പക്ഷേ ഇല്ലേ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണെങ്കിൽ ഇതിന്റെ ഓപ്ഷൻസ് കൂടുതലാണ്. ഇതില് 8 GB റാം ഉണ്ടാവും, 128 GB ഇതുണ്ടാവും. പ്രോസസിംഗ് എല്ലാം നല്ല എന്റെ അഭിപ്രായത്തിൽ ബേസ് മോഡൽ ഫോൺ എടുക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ റെഡ്മി MI ഇങ്ങനത്തെ എടുക്കുന്നത് കുറച്ചും കൂടി നല്ലതാണ്. കാരണം അവർ ഇപ്പോൾ റാം കൂടുതലായിരിക്കും. സ്പാസിയോന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളെ പണ്ടത്തെ നോക്കിയ ഫോണില്ലേ, ആ ഫോൺ മുതൽ ഇതാ
ഐഫോൺ 16 Pro Max, സാംസങ് ഗാലക്സി S25 Ultra അല്ലേ ഇപ്പൊ ഇറങ്ങിയത്? 25 അല്ലേ? 25 അൾട്ര അത് വരെ ഉണ്ട് ഇവിടെ. ഇതാ നോക്കിയാൽ ഏത് പറ്റിയ എങ്ങനെ പറ്റിയ ആൾക്കാർക്ക് വേണമെങ്കിലും ഫോൺ നമ്മളെടുത്തുണ്ട്. ഫോൺ ഉണ്ട്. എത്ര ബഡ്ജറ്റ് അത്രേ ഉള്ളൂ ഇതിനല്ലോ. ഇതിന് 125 റംസേ ഉള്ളൂ. 100 താഴെ 125. 200 താഴെ ഉള്ളൂ. ഇതോ നോക്കിയ 3210. ഇതിന് 175. പറയുമ്പോ തന്നെ ഇതിന് 175. ഇതിന് എത്ര വരുന്നത്? 135. ഇത് പറയുമ്പോഴാ ഫീൽ വെക്കാം. നോക്കിയ 3210 പണ്ട് മറ്റേ നമ്മള് ഫോണിന്റെ കാര്യങ്ങൾ 33 ആ നോക്കിയ 3310. ആ പക്ഷെ ഇതില് 2G 4G എന്നെല്ലാം പറഞ്ഞിട്ട് വരുന്നുണ്ട്. ഇതില് 4G ഉണ്ടോ ഇതില്? 2G ഉണ്ടാവും. ആ പിന്നെ അത് മാത്രമല്ല ഇത് 4G ഉണ്ട്. ഇപ്പോൾ അന്നത്തെ ടെക്നോളജിയിൽ അത് യൂസ് ചെയ്തത് ആ ഫോൺ വരുന്നത്. ഇന്നത്തെ ടെക്നോളജിക്ക് കറക്റ്റ് ആയിട്ട് ഈ മോഡൽ ഡിസൈൻ ചെയ്തിട്ട് ഇറക്കി. അടുത്ത വീഡിയോയിൽ നമ്മളപ്പോ ക്യാമറയിലോട്ട് കയറാണ്. ഒരു സ്റ്റുഡിയോ സെറ്റപ്പ് മുതൽ ക്യാമറ അതിന്റെ ഒരു എപ്പിസോഡാണ് വരും. ക്യാമറ, ലൈറ്റ്, ഫ്ലാഷ്, ബാഗ്, 1, 2, 3, 4 എപ്പിസോഡ് അങ്ങ് തുടങ്ങാം. അതെ. അപ്പം നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ അടുത്ത വീഡിയോ വരുന്നവരെ ബൈ ബൈ.